ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലെ എല്ലാവരും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണ ഫോർ ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ഫോർ ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യാമെന്നാണ്. നമുക്ക് വയറൊന്നും കട്ട് ചെയ്യാണ്ട് നമ്മൾ വയറിങ്ങിനൊന്നും പ്രോബ്ലം വരാത്ത രീതിയിൽ എങ്ങനെ ഫോർ ഇൻഡിക്കേറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യാനാണ്. ഇത് നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്കൂട്ടർ ആക്റ്റീവ മോഡലിലാണ് കാണിക്കുന്നത്. ഇതേ മോഡൽ എന്നാണ് നമുക്ക് ഈ ബൈക്കിലൊക്കെ സെയിം എന്നാണ് വരിക. നമ്മൾ വയറൊന്നും കട്ട് ചെയ്യേണ്ടപ്പോൾ അല്ലാതെ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് വയറിങ്ങിനൊന്നും ഷോർട്ടൊന്നും വരാണ്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ സമയം കളയേണ്ട വീഡിയോയിൽ പോകും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു വൈസർ ഊരിയെടുക്കണം. ആ വൈസർ ഊരിയെടുക്കണമെങ്കിൽ നമ്മൾ 2 മിറർ അയച്ചെടുക്കണം. പിന്നെ 4 സ്ക്രൂ ഉണ്ടാവും ഈ വൈസറിൻ്റെ പിന്നിൽ വരുന്നുണ്ടല്ലേ. ആ ഒരു 4 സ്ക്രൂ നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഊരിയെടുക്കാം. പിന്നെ ഫ്രണ്ടിലും ഉണ്ടാവും ഒരു വൈസറിൻ്റെ ഒരു സ്ക്രൂ. അപ്പോൾ 5 സ്ക്രൂ ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ആ ഊരിയെടുത്തേക്കാം. കണ്ടില്ലേ, ആ ഒരു സ്ക്രൂ കൂടി വരും. ആ 4 സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വൈസർ പുറത്തേക്ക് ഊരാൻ കിട്ടും. ആ വൈസർ ഊരിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ 2 സൈഡിലെ ലെഫ്റ്റും റൈറ്റിലും പോകണ കണക്ഷൻ വരും. നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ അടുത്തേക്ക് നമ്മൾ 2 സോക്കറ്റ് വരും, വൈറ്റ് സോക്കറ്റും ഒരു റെഡ് സോക്കറ്റും. ആ 2 സോക്കറ്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിലേക്ക് എടുക്കേണ്ടി വയർ കണക്ഷൻ എടുക്കേണ്ടി. നമുക്ക് ആ ഒരു കുറച്ച് വയറും ഒരു സ്വിച്ചും എടുക്കണം. എന്നാലും നമുക്ക് ഏത് മോഡൽ സ്വിച്ചാണ് വേണ്ടിയെന്നാൽ ഏത് മോഡലും എടുക്കാം. ഈ ഒരു സോക്കറ്റ് അയച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യണം. ഈ ഒരു സ്വിച്ച് 2A സ്വിച്ചാണ് നമ്മളിവിടെ എടുത്ത്. നമുക്ക് ഏത് സ്വിച്ച് ആണെങ്കിലും എടുക്കുക 2A സ്വിച്ച്. എന്നിട്ട് ഈ ഒരു സോക്കറ്റ് അയച്ചിട്ട് ഇതിൽ നിന്നൊരു ബ്ലൂ കളർ വയർ ഉണ്ടാവും. 2 സോക്കറ്റിലേക്കും 2 ലൈൻ പോകും. 2 എർത്ത് വരും. അപ്പോൾ എർത്ത് വരുന്ന ലൈനിൽ കൊടുക്കിയത് ഇതിൽ ഒരു ബ്ലൂ കളറാണ് വരിക. അപ്പോൾ ഒരു ലൈൻ ഇറക്കി നമ്മൾ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഇറക്കിയിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ആകുമ്പോൾ സിമ്പിളാണ്. എന്നിട്ട് അതേ മോഡൽ തന്നെ നമ്മൾ ഈ റെഡ് സോക്കറ്റിൽ ഒരു ഓറഞ്ച് ലൈൻ വരും. ആ ഓറഞ്ച് ലൈനും നമുക്ക് ആ ഒരു ഓറഞ്ച് ലൈനിൽ സ്വിച്ചിൽ വരുന്ന കണക്ഷൻ ഇറക്കി കൊടുക്കാം. പിന്നെ 2 സോക്കറ്റിലേക്ക് ഒരേ കളർ വരും. ഒരു പച്ച കളറ് ഗ്രീൻ കളർ ഉണ്ടാവും. അതിൽ ഇറക്കിയിട്ട് 2ലേക്കും കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എർത്തിന് ലൈറ്റിനൊക്കെ ബാധിക്കും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു 2A സ്വിച്ച് നമുക്ക് ഓണാക്കി കൊടുത്താൽ ജസ്റ്റ് കാണിച്ചു തരാം. സ്വിച്ച് ഓണാക്കുമ്പോൾ മാത്രം നമ്മൾ ഈ ഒരു ഫോർ ഇൻഡിക്കേറ്ററിലാവും. അല്ല പിന്നെ ഓഫാക്കിയിടുമ്പോൾ നോർമൽ നമുക്ക് സാധാരണ നോർമലിലെ ഇൻഡിക്കേറ്ററിലേക്കും വരും. ഇതിപ്പോൾ നോർമലിലാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അത് നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ ഏത് ടൈമിന് വേണ്ടിയെന്ന് മാത്രം വരുമ്പോൾ ഒരു സ്വിച്ച് ഓൺ ആയി കൊടുത്താൽ നമ്മൾ ഈ ഫോർ ഇൻഡിക്കേറ്ററിൽ എന്ന വർക്ക് ചെയ്യും. അല്ലാത്ത നേരം നമുക്ക് ഒരു സ്വിച്ച് ഓഫായി കൊടുത്താൽ പിന്നെ നോർമലായിട്ടുള്ള രീതിയിലും വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെ വീഡിയോസിനായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഒരു വീഡിയോ. അന്നേരം നമുക്ക് അതിൽ ലെവലെല്ലാം നോക്കിയിട്ട് കാണില്ലേ, ഫോർ ഇൻഡിക്കേറ്ററും പിന്നെ നോർമൽ ഇൻഡിക്കേറ്ററും ആക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്വിച്ച് നമുക്ക് നിങ്ങൾക്ക് ഏതാ യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്വിച്ച് നിങ്ങൾ ഐഡിയ പോലെ നിങ്ങൾ ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ ഒരു സ്വിച്ച് കാണിച്ചു തരാൻ എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വയർ കട്ടാവും. ഇതേ മോഡൽ എന്നാണ് നമ്മൾ ബൈക്കിൽ നമുക്ക് ഏത് സ്വിച്ച് വേണമെങ്കിലും വെക്കാം. ഇതിൽ വെക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓൾസൊക്കെ ഇട്ട് വയർ ഉള്ളോട്ട് എടുത്തിട്ട് സ്വിച്ച് ഫിറ്റ് ചെയ്യണം. അല്ലാണ്ട് ഐഡിയ പോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ സ്വിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് കാണാത്ത രീതിയിൽ എവിടെയും വയർ കട്ട് ചെയ്യാത്ത രീതിയിൽ അതിനായിട്ടുള്ള ലൈന് വയർ നീട്ടിയെടുക്കണം. ഇത് കുറച്ച് വയറോ ഞാൻ എടുത്തില്ലൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നല്ലോണം ഇൻസുലേഷനൊക്കെ അടിച്ചു പോവുക. ഷോർട്ടാവാണ്ട് ഈ ഇൻഡിക്കേറ്ററിൽ ചെറുങ്ങനെ ഷോർട്ടായാലൊന്നും ഫീസൊന്നും അങ്ങനെ അടിച്ചു പോകില്ല. എന്നാലും കട്ട് ചെയ്യാണ്ട് നല്ല രീതിയിൽ എന്നാൽ കൊടുത്ത് ഇൻസുലേഷൻ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പോക്കറ്റിലെ ടൈപ്പൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സ്വിച്ച് വൃത്തി പോലെ ചെയ്യാം. അപ്പോൾ ചെറിയൊരു ഹോൾസ് വയ്ക്കേണ്ടത്. അല്ലാണ്ട് വൈസറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 2A സ്വിച്ച് ചെറുങ്ങനെ ഒട്ടിച്ച് വെച്ച രീതിയിലും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഒരു ഹോൾസ് ഒന്നും ചെയ്യേണ്ട. പിന്നെ 4G 5G വണ്ടിയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് വരും. ഇപ്പോൾ ഇത് സ്വിച്ചിൻ്റെ നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടി പുതിയ മോഡലൊക്കെ നമ്മൾ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോക്കറ്റിൽ നമ്മൾ പഴയ മോഡൽ സ്വിച്ച് ഓഫ് കൊണ്ട് സ്വിച്ച് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ലൈന് മാത്രം അതിലേക്ക് കൊടുക്കാം. നമുക്ക് ആകുമ്പോൾ തീരെ കട്ട് ചെയ്യുകയൊന്നും ചെയ്യേണ്ട. നമ്മൾ ഇങ്ങനെയും കൊടുക്കുക. നിങ്ങൾ ഐഡിയ പോലെ എവിടെ വെക്കേണ്ടതെന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.